പഴക്കം ചെന്ന ബസ്സുകൾ KSRTCയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് പോലെ ജീവനക്കാരുടെ ആരോഗ്യ പ്രശ്നവും ഡിപ്പാർട്ട്മെന്റിനെ അലട്ടുന്നു. രോഗങ്ങൾ പ്രതിരോധിക്കാനും ജീവനക്കാരുടെ സ്ട്രെസ് കുറയ്ക്കാനും KSRTCയിൽ മെഡിക്കൽ വിഭാഗം തുടങ്ങി. മെഡിക്കൽ ബോർഡും രൂപീകരിച്ചു. കഴിഞ്ഞ വർഷം ഹൃദയ സംബന്ധമായ രോഗം മൂലം ജോലിസ്ഥലത്ത് മരിച്ചത് 27 ജീവനക്കാരാണ്. ഒട്ടേറെ പേർ ക്യാൻസർ രോഗത്തിന് ചികിത്സയിലുണ്ട്. ജീവനക്കാരുടെ മെഡിക്കൽ ക്യാമ്പുകളിൽ രോഗം മൂലം ബുദ്ധിമുട്ടുന്നവർ ഏറെയാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് നടപടി. KSRTC ചീഫ് ഓഫീസിൽ ആദ്യമായി മെഡിക്കൽ ഓഫീസറെ നിയമിച്ചു. മെഡിക്കൽ യൂണിറ്റും തുടങ്ങി. രാവിലെ 9:30 മുതൽ 11:30 വരെ ജീവനക്കാർക്ക് വീഡിയോ കോൾ വഴി ചീഫ് ഓഫീസിലെ ഡോക്ടറോട് സംസാരിക്കാം. ജീവനക്കാർക്ക് ബുക്കിംഗിനായി പ്രത്യേക സോഫ്റ്റ്വെയർ വാങ്ങി. ആഴ്ചയിൽ 5 ദിവസവും ഈ സംവിധാനം പ്രവർത്തിക്കും. മരുന്നിൻ്റെ കുറിപ്പടി വാട്സപ്പ് വഴി നൽകും. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുമായി ചേർന്ന് KSRTCയിൽ മെഡിക്കൽ പരിശോധന യൂണിറ്റ് തുടങ്ങും. തിരുവനന്തപുരത്ത് ചീഫ് ഓഫീസ് ഇതിനായി സ്ഥലം അനുവദിച്ചു. സംസ്ഥാനത്ത് 3 ഇടങ്ങളിൽ കൂടി ഇത്തരത്തിൽ പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഇതിൽ ജീവനക്കാർക്കും കുടുംബത്തിനും 900 രൂപയ്ക്ക് ഫുൾ ബോഡി ചെക്കപ്പ് നടത്താനും ധാരണയായി. സ്പോൺസർഷിപ്പിൽ 4 മൊബൈൽ മെഡിക്കൽ യൂണിറ്റും സജ്ജമാക്കുന്നുണ്ട്. ഒരു മൊബൈൽ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. മാസത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും മെഡിക്കൽ പരിശോധന നടത്തും. പരിശോധനയിൽ ഗുരുതര രോഗങ്ങൾ തെളിഞ്ഞാൽ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികളുമായി ഒരു പാക്കേജിനും മന്ത്രി KB ഗണേഷ് കുമാർ ചർച്ച നടത്തുന്നുണ്ട്.